തിരുവചനം തിരുവതിര എന്ന ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്ത കർത്താവെ, ഞങ്ങളുടെ ദിവാത്സലമായ ശേസ്വസ്തുതാം നാഥ, അവിടെ കർത്താവെ അനേകം കരുണയിലും കൃപയിലും കർത്താവ് പുതുവർഷത്തിൻ്റെ ഈ ദിവസങ്ങളിലെ ഭയം മേലെ കാത്തൊരുവാഴ്ച വൻ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം. ഒരു പുതിയ മാസത്തിലേക്ക് ഇടങ്ങൾക്ക് കടന്നു വരാൻ ഒരിക്കൽ വൻ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം കർത്താവെ. അവിടുത്തെ കർത്താവിൻ്റെ കൃപയുടെ സാന്നിധ്യത്താൽ കർത്താവ് ഞങ്ങളെ ഓരോ ദിവസവും ഓരോ നിമിഷവും വഴിനടത്തുന്ന എല്ലാ നന്മകൾക്കായ നന്ദിയോട് സ്തോത്രം കർത്താവെ. ശുശ്രൂഷ അനേകരെ അങ്ങയിലേക്ക് ആകർഷിക്കുവാൻ കർത്താവെ, അങ്ങയുടെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ കർത്താവെ, അവിടുന്ന് വചനം കർത്താവ് അവരുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. വചനത്തിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ ഈ ശുശ്രൂഷകളെ കുറിച്ച് അനേകരുടെ ജീവിതത്തിൽ അത് മുഖാന്തരമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അടിയൻ അങ്ങയുടേതാണ്, ജനം അങ്ങയുടേതാണ് കർത്താവ്, വചനം അങ്ങയുടേതാണ് കർത്താവെ. വചനം കർത്താവ് പ്രാഗൽഭ്യത്തോടെ തൻ്റെ ജനത്തിലെത്തിക്കുവാൻ അവിടുന്ന് അടിയനെ അങ്ങ് ബലപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അടിയൻ്റെ ശബ്ദത്തോട് കണ്ടത്തോട് വാക്കുകളോ വചസ്സോടുണ്ട് അങ്ങനെ കൃപകളുടെ നിറവിൽ എല്ലാം ഏറ്റവും അനുഗ്രഹപൂർണ്ണമായ കർത്താവെ ഈ ശുശ്രൂഷ നയിക്കത്തക്കോണം അവിടുന്ന് ഇടയാക്കണമെന്ന് സാക്ഷിക്കുന്നു. പിതാവോ കേൾക്കണമേ. ദൈവത്തിൻ്റെ പുനർനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു പുതുവർഷത്തിൻ്റെ ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പുതുവർഷം കടന്നു വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും പലവിധ കാര്യങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹത്തോടെയാണ് പുതുവർഷത്തിൽ കടന്നു വരുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തിൽ വന്നുപോയ പാകപ്പിഴകൾ നിവർത്തുവാൻ, അല്ലെങ്കിൽ അത് ഇനി മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാതെ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി വ്യത്യസ്തമായി പുതിയ ചിന്തകളും പുതിയ അനേക കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള നിശ്ചയത്തോടെയാണ് എപ്പോഴും പുതുവർഷത്തിലേക്ക് കടന്നു വരുന്നത്. അത് വ്യക്തിഗത ജീവിതത്തിലായാലും കുടുംബജീവിതത്തിലായാലും ഔദ്യോഗിക സാഹചര്യങ്ങളിലായാലും ആത്മീയ മേഖലകളിലായാൽ പോലും എല്ലാ ശുശ്രൂഷകളും സഭകളും പുതുവർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പുതുവർഷ ദൂത് നൽകുമ്പോൾ അടുത്ത വർഷം നാം എന്ത് ദൈവത്തിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുവാൻ ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കുവാനും അതിന് തക്കോണം ജനത്തെ ഒരുക്കുവാനും ഉള്ള ചിന്തയോടെയാണ് പുതുവർഷ ദൂതുകൾ നൽകുവാൻ ഇടയാകുന്നത്. എങ്കിലോ ഇപ്പോൾ ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുമ്പോൾ നാം ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കണം. ആ പുതുവർഷത്തിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളും ചിന്തകളും നാം ആഗ്രഹിച്ച് പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ച പ്രവർത്തനങ്ങൾക്കൊത്തവണ്ണമാണോ ഇന്ന് നാം ആയിരിക്കുന്നത്? അതോ നമ്മുടെ ചുറ്റുമുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും കണ്ട് നിരാശയുടെ പടുക്കുഴിയിലായിരിക്കുന്നെന്നൊന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ചും യുവതലമുറകളുടെ ജീവിതത്തിൽ ഇന്ന് വലിയൊരു ചോദ്യചിഹ്നം അല്ലെങ്കിൽ പേടി സ്വപ്നമായി മാറിയിരിക്കുന്നത്, കഴിഞ്ഞ ഏകദേശം 2 വർഷം കാനഡ എന്ന് പറയുന്ന രാജ്യം എല്ലാവരുടെയും ഒരു സ്വപ്ന രാജ്യമായി മാറിയിരുന്നു. അവിടുത്തെ നിയമങ്ങൾ മാറിയപ്പോൾ എത്രയോ ഭവനങ്ങളിലും കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ നിരാശകൾ കടന്നു വന്നിരിക്കുന്നു. അവര് അവിടേക്ക് കടന്നുപോയി ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നുള്ള ചിന്തകളോടെ എല്ലാ കാര്യങ്ങളും ഒരുക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാലയളവിലാണ് പുതുവർഷത്തിൽ അവിടെ പല നിയമങ്ങൾക്ക് ഭേദഗതികൾ വന്ന് അത് അവരുടെ സ്വപ്നങ്ങളെ താറുമാറാക്കുന്ന അവസ്ഥകളിലേക്ക് അവരെ നയിച്ചിരിക്കുന്നത്. അപ്രകാരം തന്നെ ഔദ്യോഗിക രംഗത്തും പലവിധ മേഖലകളിൽ വലിയ പ്രതിസന്ധികളാണ് പുതുവർഷത്തിൽ കേൾക്കുവാൻ ഇടയായിരിക്കുന്നത്. ലോകത്തിലെ വമ്പന്മാരായ അനേക മേഖലകളിലും അവരുടെ പ്രതിസന്ധികൾ, സാമ്പത്തിക പ്രയാസങ്ങൾ അന്ന് അവിടെ പ്രവർത്തിക്കുന്നവരെ ബാധിക്കത്തക്കോണം ആയിരിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ പുതുവർഷത്തിൽ സന്തോഷത്തോടും സമാധാനത്തോടും ഉറപ്പും ധൈര്യത്തോടും വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ നിൽക്കണമെന്ന് ദൃഢനിശ്ചയം എടുത്ത വ്യക്തികളുടെ ജീവിതത്തിൽ പോലും കടന്നു വരുന്നത് എന്താണ്? നിരാശ. പക്ഷെ നിരാശ കടന്നു വരുമ്പോൾ അതിനൊരു പ്രതിസന്ധി എന്ന് പറയുമ്പോൾ, ഒരു വ്യക്തി നിരാശയുടെ കുഴിയിലേക്ക് വീണ് കഴിയുമ്പോൾ ആ കുഴിയിൽ നിന്ന് കയറണമെങ്കിൽ അപ്രകാരം ഒരു പ്രത്യാശ ഉണ്ടാകുക മാത്രമല്ല, ആ പ്രത്യാശയുടെ ഉറവിടമായ ക്രിസ്തുവിൽ പൂർണ്ണമായി ഒരു വിശ്വാസത്തിൻ്റെ ഉറപ്പും നിറവും ആവശ്യമാണ്. സങ്കീർത്തനക്കാരൻ മനോഹരമായി 40-ാം സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. 40-ാം സങ്കീർത്തനം 2-ാം വാക്യം പറയുന്നത്,
നാശകരമായ കുഴിയിൽ നിന്നും നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. രണ്ട് ഭാഗങ്ങളാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതിൽ ആദ്യത്തെ ഭാഗത്തിൽ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. ജീവിതത്തിന്റെ അന്ധകാരം നിറഞ്ഞൊരു സാഹചര്യമാണ് ഒരു കുഴി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് പറയുന്ന അവസ്ഥ. ഒരു കുഴിയിലായിത്തീരുമ്പോൾ നമ്മുടെ ചുറ്റും നമുക്ക് അന്ധകാരം മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രകാശം കാണണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ ഉയർത്തി ഒന്ന് മേളിലോട്ട് നോക്കുമ്പോഴാണ് പ്രകാശത്തിന്റെ ഒരു കിരണം കാണുവാൻ കഴിയുന്നത്. നാം ചുറ്റും അന്ധകാരത്തിലായിരിക്കുമ്പോൾ അവിടെ നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ നിരൂപണങ്ങൾക്കും ഒക്കെ ആ കറുപ്പിന്റെ നിഴൽ വന്ന് ഭവിക്കാറുണ്ട്. അത് നമ്മളെ കൂടുതൽ നിരാശയിലേക്കാണ് കടത്തിവിടുന്നത്. അന്ധകാരം ഒരു വ്യക്തിയെ നിരാശയിലേക്ക് മാത്രമേ കടത്തിവിടുകയുള്ളൂ. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നാം കടന്നു പോകുമ്പോൾ, നല്ല പ്രകാശമുള്ള വഴി താരയിൽ നിന്ന് കടന്നു വന്ന് മുൻപോട്ട് പോകുമ്പോൾ അവിടെ കൂരിരുട്ടിന്റെ അവസ്ഥ കാണുമ്പോൾ എപ്പോഴും ഒരു ഭയപ്പാടാണ് മനസ്സിൽ കടന്നു വരുന്നത്. കാരണം കൂരിരുട്ടിന്റെ മധ്യത്തിൽ എന്ത് ഭവിക്കുമെന്ന് ആർക്കും പറയുവാൻ കഴിയുകയില്ല. അവിടെ മുമ്പിൽ കുഴിയാണോ, പ്രതിസന്ധികളാണോ, എന്താണെന്നോ അന്ന് ആർക്കും, എത്ര സുപരിചിതമായ വഴിയാണെങ്കിൽ പോലും കൂരിരുട്ടിൽ ആ പാതയിൽ നടക്കുവാൻ ആരും മുൻപോട്ട് പോകാറില്ല. ആ പാതയിൽ എന്ത് ആപത്ത് വന്നിരിക്കുന്നെന്ന് ആർക്കും പറയുവാൻ കഴിയുകയില്ല. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്ന് നാം ഒരു നിരാശയുടെ കൂരിരുട്ടിന്റെ താഴ്വരയിലാണ് കടന്നു പോകുന്നതെങ്കിൽ, സങ്കീർത്തനക്കാരൻ 40-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. ആരെന്നെ കയറ്റി? നമ്മുടെ സാഹചര്യങ്ങളാണോ, നമ്മുടെ ബന്ധുമിത്രാദികളാണോ, കുടുംബാംഗങ്ങളാണോ, സഭകളാണോ, ശുശ്രൂഷകളാണോ? അല്ല, നമ്മെ കയറ്റുന്നത് കർത്താവിന്റെ കരമാണ്. ഈ കുഴിയുടെ മധ്യത്തിൽ നിന്ന് നമ്മളെ കയറ്റുന്നത് കർത്താവിന്റെ കരമാണ്. പക്ഷെ ആ കർത്താവിന്റെ കരം നമ്മളെ കയറ്റണമെങ്കിൽ ആ കർത്താവുമായിട്ട് അപ്രകാരം എനിക്കും നിങ്ങൾക്കൊരു ബന്ധം ആവശ്യമുണ്ട്. ബന്ധം ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ, വചനമായ ഒരു ആഴമായ ബന്ധമുള്ളപ്പോൾ ദൈവസനിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നാം സന്നദ്ധരായി തീരും. ആ നിരാശയുടെ പടുക്കുഴയിലും നാം അന്നേരം പ്രത്യാശയോടെ എൻ്റെ കർത്താവ് എന്നെ കയറ്റും, എൻ്റെ കർത്താവിനായി ഞാൻ കാത്തിരിക്കുകയാണെങ്കിൽ എൻ്റെ പാതകൾക്ക് ദീപമായ ഈ വചനം എന്നെ വഴി നടത്തുവാൻ കഴിയുമെന്ന് നമ്മൾക്ക് പറയുവാൻ കഴിയും. അതുകൊണ്ടാണ് അതിന്റെ 2-ാം ഭാഗത്തിൽ പറയുന്നത് എന്താണ്? എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. കാലുകളെ പാറമേൽ നിർത്തുക എന്ന് പറയുന്നത് ചേറ്റിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി നമ്മളെ ഒരു സ്ഥിരമായ ഒരു ഉറപ്പുള്ള പാറമേൽ നിർത്തുക. അതല്ലേ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്. പുതിയ വർഷത്തിന്റെ ആദ്യ മാസം കഴിഞ്ഞ് നിരാശയുടെ പടുക്കുഴയിലായിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഈ സമയത്ത് വചനം നമ്മളോട് പറയുന്നത്, നിന്നെ ആ പടുക്കുഴിയിൽ നിന്ന് കയറ്റുവാൻ കഴിയുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നാണ്. ആ ദൈവത്തിൽ ആശ്രയിക്കുക. മനുഷ്യരയിലല്ല ആശ്രയിക്കേണ്ടത്, ദൈവത്തിൽ ആശ്രയിക്കുക. ആ ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുവാനുള്ളൊരു മനസ്സ് വേണം. അതാണ് 40-ന്റെ 1 പറയുന്നത്, അതാണ് കാത്തിരിക്കുന്ന ഒരു മനസ്സ്. ഞാൻ യഹോവയ്ക്കായി ക്ഷമയോടെ കാത്തിരുന്നു. ഞാൻ യഹോവയ്ക്കായി ക്ഷമയോട് കാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. ക്ഷമയോട് കാത്തിരിക്കുക, അത് ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇന്ന് ജീവിതത്തിന്റെ നാനാവശങ്ങൾ നാം നോക്കുമ്പോൾ എല്ലാം തന്നെ ഒരു സെക്കൻഡ് കൊണ്ട് നടക്കുന്ന സാഹചര്യങ്ങളാണ് കാണുന്നത്. കാരണം ഇന്ന് വിരൽ തുമ്പിലാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നിൽക്കുന്നത്. ആധുനിക മേഖലകളിൽ, ജീവിത സാഹചര്യങ്ങളിൽ നോക്കുമ്പോൾ ഒരു വിരൽ തുമ്പിൽ കൂടെ നമുക്ക് എന്തും ചെയ്യുവാൻ കഴിയുന്ന ഒരവസ്ഥ. ആ അവസ്ഥയ്ക്കൊരു മാറ്റമാണെന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുന്നത്. ക്ഷമയോടൊന്ന് കാത്തിരിക്കണമെന്ന്. ഇന്ന് മനുഷ്യരെല്ലാതെ പോകുന്നതും ക്ഷമ തന്നെയാണ്. ഇന്ന്
നമ്മുടെ ചുറ്റും നാം നോക്കുമ്പോൾ ബന്ധങ്ങളിൽ പ്രതിസന്ധികൾ കടന്നു വരുന്നത് എന്തുകൊണ്ടാണ്? ക്ഷമയില്ലാത്തതുകൊണ്ടാണ്. സഭകൾ തമ്മിൽ പ്രതിസന്ധികൾ കടന്നു വരുന്നത് എന്തുകൊണ്ടാണ്? ക്ഷമയില്ലാത്തത് കൊണ്ടാണ്. രാജ്യത്തോട് പ്രതിസന്ധികൾ കടന്നു വന്നിരിക്കുന്നത് എന്തുകൊണ്ട്? ക്ഷമയില്ലാത്തത് കൊണ്ടാണ്. കാരണം ക്ഷമയുണ്ടെങ്കിൽ പരസ്പരം ഇരുന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിക്കുവാൻ, അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ നാം പരിശ്രമിക്കും. പക്ഷെ അതിന് ക്ഷമയുടെ ആവശ്യമുണ്ട്. ഒരു നിരാശയുടെ പടുകുഴിയിലായിരിക്കുമ്പോൾ, അന്ധകാരത്തിന്റെ മധ്യത്തിലായിരിക്കുമ്പോൾ, ഒരു ചേറ്റിൽ കുഴിയിലായിരിക്കുമ്പോൾ നമുക്ക് ക്ഷമ കാണുകയില്ല. കാരണം എത്രയും വേഗം ഇതിൽ നിന്ന് കരകയറണമെന്നുള്ള ഏക ലക്ഷ്യത്തോടെയാണ് നാം പ്രവർത്തിക്കുന്നത്. ആ ലക്ഷ്യത്തോട് പ്രവർത്തിക്കുമ്പോൾ നാം എത്രമാത്രം അതിൽ നിന്ന് കയറാൻ പരിശ്രമിക്കുന്നു, അത്രമാത്രം ആ ചേറ്റിൽ കുഴഞ്ഞ അവസ്ഥയിൽ താണുകൊണ്ടിരിക്കുകയാണെന്ന് നാം മറന്നുപോകും. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവനാമ മഹത്വത്തിനായി നാം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, ഈ പ്രതിസന്ധികളിൽ നിന്ന് കയറുവാൻ പ്രയാസങ്ങളായിരിക്കും. പക്ഷെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നാം തയ്യാറാകുമ്പോൾ, എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലെന്നുള്ള വിശ്വാസത്തിന്റെ നിറവിൽ, പൂർണ്ണതയിൽ നാം നിൽക്കുകയാണെങ്കിൽ, ദൈവം നമ്മളെ ആ ചേറ്റിൽ നിന്ന് കയറ്റുക മാത്രമല്ല, പാറമേൽ നിർത്തുമെന്നാണ് അവിടെ പറയുന്നത്. പ്രകാരമാണ് ഈ പ്രകാരമുള്ള ഒരു കുഴിയിൽ വീഴുവാൻ അവസ്ഥ. ഒന്ന്, നമ്മുടെ പ്രവർത്തനങ്ങൾ മൂലം ഈ കുഴിയിൽ വീഴുവാൻ സാധ്യതകളുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവമായ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിച്ച ഒരു കാലഘട്ടം കാണും. പക്ഷേ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളും സമ്പന്നമായ ഒരു ജീവിതത്തിലേക്ക് നാം മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും ദൈവമാണ് എനിക്കിതൊക്കെ നൽകിയിരിക്കുന്നതെന്ന് മറന്നുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ ഇപ്രകാരമുള്ള കുഴിയിലേക്ക് തള്ളിവിടുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. രണ്ടാമത്, നാം അറിയാതെ, ഞാൻ പറഞ്ഞല്ലോ, ഇരുട്ടിന്റെ പാതയിൽ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ പ്രകാശം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇല്ലെങ്കിൽ, മുമ്പിൽ പതിഞ്ഞിരിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും എന്താണെന്ന് മനസ്സിലാകാതെ ഇപ്രകാരമുള്ള ചേറ്റിൽ കുഴിയിൽ വീഴുവാൻ സാധ്യതയുണ്ട്. മൂന്നാമതെന്ന് പറയുന്നതോ, നമ്മുടെ ചുറ്റുപാടുകളും നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മളെ ഇപ്രകാരമുള്ള ചേറ്റിൽ കുഴിയിൽ തള്ളിയിടുവാൻ സാഹചര്യങ്ങളുണ്ട്. നമുക്കറിയാം, യോസെഫിന്റെ ജീവിതത്തിൽ ഒരു പൊട്ടക്കണത്തിലാണ് യോസെഫിനെ തള്ളിയിട്ടത്. പക്ഷെ ആ പൊട്ടക്കണത്തിൽ തള്ളിയിട്ടെങ്കിലും യോസെഫിനുള്ള ദൈവത്തിനുള്ള അചഞ്ചലമായ വിശ്വാസം ആ പൊട്ടക്കണത്തിൽ നിന്ന് കയറ്റുക മാത്രമല്ല, ദൈവത്തിന്റെ മഹത്വത്തിനായി ഉപയുക്തത്തോണം ഇടയാക്കി. അപ്പോൾ സാഹചര്യങ്ങളിൽ വകവെക്കാതെ ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, നിരാശയിലേക്ക് വീഴാതെ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, അവിടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. യോസെഫിന്റെ ജീവിതം നാം നോക്കുകയാണെങ്കിൽ എത്രയോ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വന്നു. പക്ഷെ അവിടെ ഒന്നും ദൈവത്തിന്റെ വഴി വിടാതെ ദൈവത്തിൽ മാത്രം വിശ്വസിച്ചുള്ള ജീവിതമാണ് അപ്രകാരം ഒരു ഉയർപ്പിനുള്ള മുഖാന്തരം ഒരുക്കിയത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ തന്നെയാണ്, ചേറ്റിക്കുഴിയിൽ നിന്ന് ഉയർപ്പിച്ച് പാറമേൽ നിർത്തുന്ന ദൈവം. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അപ്രകാരം നമ്മൾ നിരാശയുടെ മധ്യത്തിലാണ് കടന്നു പോകുന്നതെങ്കിൽ ഭയപ്പെടേണ്ട, പ്രിയ സഹോദര സഹോദരി. ദൈവസന്നിധിയിൽ നമ്മുടെ പാതകളെ സമർപ്പിക്കുക. അത് തന്നെയാണ് സദൃശവാക്യം 4:26 പറയുന്നത്. നിന്റെ കാലുകൾക്ക് പാത നിരപ്പാക്കുക, നിന്റെ കാലുകൾക്ക് പാത നിരപ്പാക്കുക, നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ. നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ. സദൃശവാക്യം 3:5-6 ഇപ്രകാരമാണ് പറയുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കരുത്, സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ അംഗീകരിക്കുക, നിന്റെ എല്ലാ വഴികളിലും അവനെ അംഗീകരിക്കുക, അവൻ നിന്റെ പാതകൾ നേരെയാക്കും. അവൻ നിന്റെ പാതകൾ നേരെയാക്കും. 4:26 പറയുന്നത്, നിന്റെ കാലുകൾക്ക് പാത നിരപ്പാക്കുക, നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കണം. അത് യഹോവയിൽ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നവരുടെ ജീവിതത്തിൽ വേണ്ട ഒരു കാര്യമാണ്. കുറുക്കു വഴികളല്ല. ദൈവം നിന്നോട് കടന്നു പോകുവാൻ പറയുന്ന പാതയിൽ തന്നെ
എത്ര വലിയ തടസ്സങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വന്നാലും വിശ്വാസത്തിന്റെ ഉറപ്പിൽ നിന്ന് ഞാൻ ഇതിൽ നിന്ന് മാറിപ്പോകുകയില്ലെന്നുള്ള വിശ്വാസത്തിന്റെ പാതയിൽ നിലനിൽക്കുവാനാണ് പറയുന്നത്. കാരണം 3:5-6 പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കരുത്, നിന്റെ എല്ലാ വഴികളും അവനെ അംഗീകരിക്കുക, അവൻ നിന്റെ പാതകളെ എല്ലാ വഴികളും. ഈ എല്ലാ വഴികളെന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങൾക്കും നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രവർത്തിക്കുന്ന മക്കളായി തീരണം. ഇത് പലപ്പോഴും ചില കാര്യങ്ങൾ വരുമ്പോൾ ദൈവിക ആലോചനയ്ക്കായി പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അത് ആരാഞ്ഞറിയുവാൻ പരിശ്രമിക്കും. ചില കാര്യങ്ങൾ വരുമ്പോൾ, കാരണം ആ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലൊരു കാര്യമുണ്ട്, ഇത് ചിലപ്പോൾ ദൈവത്തിന് ഹിതമായിരിക്കില്ല, അപ്പോൾ ദൈവ ഹിതം ചോദിക്കാതെന്ന് പ്രവർത്തിച്ച് മുൻപോട്ട് പോകാം. പക്ഷേ സദൃശവാക്യത്തിൽ പറയുന്നത് എന്താണ്? എല്ലാ വഴികളിലും അവനെ അംഗീകരിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ, ഞാൻ കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിലും എൻ്റെ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച് മുൻപോട്ട് പോകുവാൻ ഉള്ള ഉറപ്പ് വേണം എനിക്ക് നിങ്ങൾക്കും. ആ ഉറപ്പുള്ളപ്പോൾ പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിന്റെ എത്ര വലിയ പടുക്കുഴിയിലായിക്കൊള്ളട്ടെ, അതിന്റെ മധ്യത്തിൽ കടന്നു വരുവാൻ കഴിയുന്ന കർത്താവുണ്ടെന്ന് വിശ്വസിച്ചു കൊള്ളുക. ശദ്രക്, മേശക്, അബേദ്നെഗോവിന്റെ ജീവിതത്തിൽ തീച്ചൂളയുടെ മധ്യത്തിൽ 4-മനായി കടന്നു വന്ന കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരുവാൻ സന്നദ്ധനായി നിൽക്കുകയാണ്. പക്ഷേ നാം പലപ്പോഴും അത് അനുഭവിക്കുവാൻ കഴിയാതെ നമുക്ക് ആ കർത്താവിനെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടുവാൻ കഴിയാത്തത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ പ്രവർത്തികളുമാണെന്ന് മറന്നു പോകുന്നുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിശുദ്ധ ജീവിതമാണോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? കർത്താവിന്റെ 2ാം വരവിനായി ലോകമെമ്പാടും ഒരുങ്ങണമെന്ന് ആഹ്വാനം കിട്ടുമ്പോൾ അതിനായി എത്രമാത്രം കർത്താവിലേക്ക് അനേകരെ ആകർഷിക്കത്തക്കോണം എനിക്കും നിങ്ങൾക്കും പ്രവർത്തിക്കുവാൻ കഴിയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവർക്ക് കർത്താവിനെ കാണിച്ചു കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതാണ് വിശ്വാസത്തിന്റെ പൂർണ്ണത. എല്ലാ കാര്യത്തിലും യഹോവയിൽ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ എന്നെ കാണുമ്പോൾ എന്നിൽ കൂടെ കർത്താവിനെ കാണുവാനുള്ള മുഖാന്തരമായി തീരണം. എന്നിൽ കാണുന്ന കർത്താവ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശത്തിലേക്ക് നയിക്കത്തക്കോണുള്ള മുഖാന്തരമായി തീരണം. ഞാനൊരു പ്രകാശഗോപുരമായി തീരുമ്പോഴാണ് അപ്രകാരമായി തീരുന്നത്. അതുകൊണ്ടാണ് നിന്റെ എല്ലാ വഴികളിലും അവനെ അംഗീകരിക്കാതെ പറയുന്നത്. മുമ്പോട്ട് വായിക്കട്ടെ. 1 യോഹന്നാൻ 2:16-17 വായിക്കുമ്പോൾ, എന്തെന്നാൽ ജഡത്തിന്റെ ദുരാഗ്രഹം, കണ്ണുകളുടെ ദുരാഗ്രഹം, ജീവിതത്തിന്റെ അഹന്ത എന്നിങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. അപ്പൊ ലോകത്തിന്റെ പല കാര്യങ്ങളെ പറ്റി എത്ര വ്യക്തമായിട്ടാണ് അവിടെ യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. അതായത് എന്തെന്നാൽ ജഡത്തിന്റെ ദുരാഗ്രഹം, കണ്ണുകളുടെ ദുരാഗ്രഹം, ജീവിതത്തിന്റെ അഹന്ത. ജഡത്തിന്റെ ദുരാഗ്രഹം, ഞാൻ എപ്രകാരം മറ്റുള്ളവരുടെ മുമ്പിൽ ശ്രേഷ്ഠനായി നിൽക്കുവാൻ കഴിയും, മറ്റുള്ളവർ എന്നെ ബഹുമാനിക്കത്തക്കോണം ഞാൻ എന്ത് ചെയ്യുവാൻ കഴിയും. കണ്ണുകളുടെ ദുരാഗ്രഹം, മറ്റുള്ളവരെ കാട്ടി മേന്മയേറിയ ജീവിതം നയിക്കുവാൻ. ഒരുവനൊരു നന്മയിലേക്ക് കടന്നു പോകുമ്പോൾ അതിനെക്കാട്ടി മേന്മയേറിയ ഒരു ജീവിതം നയിക്കുവാനുള്ള പരിശ്രമം. ഏറ്റവും അവസാനം ജീവിതത്തിന് എല്ലാത്തിലും ഞാൻ ഒന്നാമനായി നിൽക്കുവാനുള്ള പ്രവർത്തനം. പ്രിയ സഹോദര സഹോദരി, കർത്താവ് ഈ ലോകത്ത് ഒന്നാമനായി കടന്നു വന്നല്ല പ്രവർത്തിച്ചത്, ദാസരൂപത്തിൽ പ്രവർത്തിക്കുവാനാണ് എനിക്കും നിങ്ങൾക്കും ആഹ്വാനം തന്നത്. നാം ഒരു നോയമ്പുകാലത്തേക്ക് കടന്നു വരുമ്പോൾ ആ കാലത്തിൽ നമ്മുടെ ചിന്തകളിൽ വരുന്നൊരു കാര്യമാണ് കാലുകഴുകൽ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതിനെപ്പറ്റി നാം ധ്യാനിക്കുമ്പോൾ അവിടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരുവൻ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ മറ്റുള്ളവരെ സേവിക്കുന്നവനായി തീരണം എന്നാണ് പറയുന്നത്. അല്ലാതെ മറ്റുള്ളവർ നമ്മെ സേവിക്കുവാൻ വേണ്ടിയല്ല ആഹ്വാനം കൊടുത്തിരിക്കുന്നത്. അപ്രകാരമാണ് എൻ്റെ നിങ്ങളുടെ ജീവിതമെന്ന് നാം ചിന്തിക്കണം.
എത്രയോ നോയമ്പുകാലം നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷേ ഇന്നും ഒരു നോയമ്പുകാലത്തിന്റെ ഒക്കൽ നിൽക്കുമ്പോൾ നിരാശയുടെ പടുക്കുഴിയിലായിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നാം കർത്താവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. കർത്താവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നിന്നെ കയറ്റുക മാത്രമല്ല, ഉറപ്പുള്ള പാറയിന്മേൽ നിന്നെ നിർത്തി നിന്റെ ഗമനത്തെ സ്ഥിരമാക്കുമെന്നാണ് സങ്കീർത്തനക്കാരൻ വ്യക്തമായി അവിടെ പറയുന്നത്. 17-ാം വാക്യത്തിൽ പറയുന്നത്, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നു എന്നേക്കും നിലനിൽക്കും. ലോകത്തിൻ്റെ എന്ത് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞാലും അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പറയുന്നത്. അതിനൊന്നും ശാശ്വതമായ ഒരു കാര്യമല്ല. ശാശ്വതമായ കാര്യം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ വചനമായ ആഴമായൊരു ബന്ധമുള്ളപ്പോഴാണ്. ദൈവവചനമായ ആഴമായൊരു ബന്ധമുള്ളപ്പോൾ ശാശ്വതമായ ഒരു ജീവിതത്തിലേക്കാണെന്ന് നമ്മളെ നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം നിൽക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ എവിടെയാണ് വീഴ്ചകളെന്നൊന്ന് നാം ചിന്തിക്കണം. യാക്കോബിന്റെ ലേഖനം 4:3-4 വായിക്കുമ്പോൾ, നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും ലഭിക്കുന്നത് നിങ്ങളുടെ സുഖഭോഗങ്ങൾ ചെലവിടണം എന്ന ദുരുദ്ദേശത്തോടെ യാചിക്കുന്നത് കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. വ്യഭിചാരികളെ, ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. നാം ഒരുക്കുന്ന കെണിയാണിത്. ഞാൻ പറഞ്ഞല്ലോ, വ്യത്യസ്തമായ കുഴികളിലേക്ക് വീഴുവാനുള്ള സാഹചര്യം അതിലൊന്നാണിത്. നാം യാചിക്കുന്നു, പ്രത്യാശയോടെ പല കാര്യങ്ങൾ യാചിക്കുന്നു. പക്ഷെ ആ യാചിക്കുന്നതിൻ്റെ ഉള്ളടക്കത്തിൽ അത് എൻ്റെ വ്യക്തിഗത ജീവിതത്തിൻ്റെ നന്മയ്ക്കും മേന്മയ്ക്കുമാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കുവാനല്ല, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായിട്ടല്ല, എൻ്റെ വ്യക്തിഗത ജീവിതത്തിൻ്റെ, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയുള്ള നന്മ. ചിലപ്പോൾ അത് കുടുംബാംഗങ്ങൾ പോലും കാണത്തില്ല. സ്വാർത്ഥ താല്പര്യത്തോടെ ഉള്ള യാചനകൾ. അവിടെ പറയുന്നത് എന്താണ്? വ്യഭിചാരികളെ, ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വം ആകുന്നു. നിങ്ങൾ അറിയുന്നില്ലല്ലോ. അപ്പോൾ നാം ലോകമോഹങ്ങളിൽ മുഴുകി ജീവിക്കുമ്പോൾ നാം അറിയാതെ ഒരു കുഴിയിലാണെന്ന് മനസ്സിലാക്കാതെ അതിൽ ആ സന്തോഷത്തിലന്ന് ജീവിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഉടൻ തന്നെ ഒരു അന്ധകാര സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ അതിൽ നിന്ന് കയറുവാൻ കഴിയാത്ത അവസ്ഥയായി മാറും. ദൈവം വ്യത്യസ്തമായ ദൂതുകൾ കൂടെ, വ്യക്തികൾ കൂടെ, ആ ആരാധനയിൽ കൂടെ ഒക്കെ നമുക്ക് ആഹ്വാനം നൽകും. മകളെ, നീ ഇന്ന് അന്ധകാരത്തിൻ്റെ പടുക്കുഴിയിലാണെന്ന്. പക്ഷേ അതിൽ നിന്നൊന്ന് കയറി വരുവാൻ മനസ്സ് ഇല്ല. കാരണം ആ സന്തോഷം, ആ സമാധാനം, ലോകത്തിൻ്റെ സന്തോഷം, ലോകത്തിൻ്റെ സമാധാനം നമ്മുടെ മനസ്സിനെ കീഴടക്കിയ അവസ്ഥയിൽ പോകുമ്പോൾ, ദൈവിക സന്തോഷത്തിനും ദൈവിക സമാധാനം എന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിയാത്ത ഉള്ളൊരു ജീവിതമായി മാറുമ്പോൾ അവിടെയാണ് വീഴ്ചകൾ വീഴുന്നു പോകുന്നത്. അതുകൊണ്ട് നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ തൃപ്തപ്പെട്ട് ആ സന്തോഷത്തിൽ ജീവിക്കാതെ, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം എന്നിൽ കൂടെ എന്താണ് ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കി അതിലേക്ക് മടങ്ങി വരുവാൻ നാം ആഗ്രഹിക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ 7:24-27 വരെ വായിക്കുമ്പോൾ, ആകയാൽ എൻ്റെ ഈ വചനങ്ങൾ കേട്ടനുസരിക്കുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. മഴ പെയ്ത് വെള്ളം പൊങ്ങി കാറ്റ് ആ വീടിന്മേൽ ആഞ്ഞടിച്ചു. എങ്കിലും അത് പാറമേൽ അടിസ്ഥാനമുള്ളതായിരുന്നതിനാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങൾ കേട്ടനുസരിക്കാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. മഴ പെയ്തു വെള്ളം പൊങ്ങി കാറ്റ് ആ വീടിന്മേൽ ആഞ്ഞടിച്ചു. അത് വീണുപോയി.
അതിന്റെ വീഴ്ച വലുതായിരുന്നു. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. ഇത് വ്യക്തമായി പറയുന്നത് നമ്മുടെ അടിസ്ഥാനം ദൈവവചനത്തിൻ്റെ മേളിലായിരിക്കണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനം ദൈവവചനത്തിൻ്റെ മേളിലായിരിക്കുമ്പോൾ, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ദൈവവചനം അനുസരിച്ചുള്ള സ്വീകരിച്ചുള്ള ഒരു ജീവിതമായി തീരുമ്പോൾ, പറയുന്നതിൽ പാറമേൽ പണിത വീട് പോലെ ആയിരിക്കുമെന്നത്. കാറ്റല്ല, കൊടുങ്കാറ്റടിച്ചാലും അത് വീഴുകയില്ല. ഇന്ന് നമ്മുടെ ജീവിതം അപ്രകാരമാണോ? നാം പടുത്തുയർത്തുന്നത് ദൈവവചനത്തിനും ദൈവ ഇതപ്രകാരമാണോ, അതോ ലൗകികമായ ചിന്തകൾക്കും നേട്ടങ്ങൾക്കും പ്രാഗൽഭ്യത്തിനും വേണ്ടിയുള്ള പ്രവർത്തനമാണോ? നീ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഏറ്റവും അവസാനം 40:3 മനസ്സിലാക്കുമ്പോൾ ദൈവം നമുക്ക് തന്നൊരു കാര്യമാണ്. അവൻ എന്റെ വായിൽ ഒരു പുതിയ പാട്ട് തന്നു. അവൻ എൻ്റെ വായിലൊരു പുതിയ പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അതുകൊണ്ട് ഭയപ്പെട്ട് പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. യഹോവയിൽ ആശ്രയിച്ചു. കുഴിഞ്ഞ ചേറ്റിൽ നിന്ന്, നാശകരമായ ചേറ്റിൽ നിന്ന് കരകയറ്റുക മാത്രമല്ല, പ്രൈസ് ദ ലോർഡ് എന്ന് പറയുന്ന ഒരു പുതിയ പാട്ടാണ് ദൈവം നമ്മുടെ നാവിൽ തന്നത്. ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൽ പലപ്പോഴും പ്രൈസ് ദ ലോർഡ് എന്ന് പറയുവാൻ ലജ്ജയാണ്. ദൈവത്തിന് സ്തോത്രം എന്ന് പറയാൻ ലജ്ജയാണ്. പ്രത്യേകിച്ചും അപ്പോസ്തലിക സഭകളിലായിരിക്കുന്ന അനേകര്, അവരായിരിക്കുന്ന സഭകളിൽ ഒരു വ്യക്തി ഒരു പ്രൈസ് ദ ലോർഡോ അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ചുറ്റി നോക്കും. കാരണം ഈ വ്യക്തി ഈ സഭയിലെ ആകുവാൻ കഴിയില്ലല്ലോ. പ്രൈസ് ദ ലോർഡും ദൈവത്തിന് സ്തോത്രം നൽകിയ ദൈവം തന്നെയാണെന്ന് മനസ്സിലാക്കണം. ഇവിടെ പറയുന്നതാണ്, അവൻ എൻ്റെ വായിലൊരു പുതിയ പാട്ട് തന്നു. എന്താണ്? നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. നീ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൈവത്തിന് വേണ്ടി ക്ഷമയോട് കാത്തിരിക്കുമെങ്കിൽ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ നമ്മുടെ സന്നിധിയിലേക്ക് ചാഞ്ഞു വന്നാണെന്നാണ് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് ചാഞ്ഞെന്നല്ല, അവൻ്റെ ചെവി നമുക്ക് വേണ്ടി ചാഞ്ഞു തന്നെന്നാണ്. അപ്പോൾ നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റുക മാത്രമല്ല, ഉറപ്പും സ്ഥിരതയുമുള്ള ഒരു പാറമേൽ നിർത്തി ദൈവത്തിന് മഹത്വം ചെയ്യുവാൻ നമ്മുടെ നാവുകളെ ഉയർത്തും. ദൈവത്തിന് മഹത്വം ചെയ്യുമ്പോൾ മറ്റുള്ളവരെ, അനേകരെ ദൈവത്തിലേക്ക് ആകർഷിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കും. അതിനായി നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞു നമ്മുടെ തലകളെ മുടക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ വാത്സല്യമായ സ്നേഹസ്വരസ്താം, അങ്ങയുടെ മഹത്വത്തിനായി പ്രവർത്തിപ്പാൻ കർത്താവേ, അങ്ങയെ സ്തുതിക്കുവാൻ ലജ്ജ കൂടാതെ ജനമധ്യത്തിൽ അങ്ങ് ചെയ്ത നന്മകൾ പ്രസ്താവിക്കുവാൻ ഞങ്ങളെ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയിൽ ക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ട്. ക്ഷമയോടൊന്ന് അവരുടെ മധ്യത്തിലേക്ക് കടന്നു വന്നവരുടെ വേദന കേൾക്കുക, അവരെ കുഴിയിൽ നിന്നും കയറ്റുന്ന ദൈവമായിരിക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം. ആ ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ ഞങ്ങളുടെ നാവുകളെ ഉയർത്തുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രാവശ്യങ്ങളുടെ തന്റെ ജനത്തെ നയിക്കുന്ന സാവകാശനായ സ്തോത്രം. അനേകരെ നിന്റെ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ ഇതിലൂടെ ഇടയാക്കണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.